നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്ത് ജീവിക്കുന്നതിന് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു സംഗതി പണം ആണെന്ന് ഈ നാളുകളിൽ തിരിച്ചറിയുന്ന അനേകം പേരുണ്ട്. പക്ഷേ ഇത് ഉൾക്കൊള്ളാനാവാതെ പലരും ഇതിനെ എതിർക്കാറുണ്ട്. പണമുണ്ടെങ്കിൽ സമാധാനമുണ്ടെന്ന് പറയുന്ന ആളുകളോട് എതിരിട്ട് നിന്നുകൊണ്ട് പണത്തിനെങ്ങനെ സമാധാനം നൽകാനാകും എന്ന് ചോദിക്കുന്ന ചിലരെയും കണ്ടിട്ടുണ്ട്. പണം ഇന്ന് വരും നാളെ പോകും എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പണമുണ്ടെങ്കിൽ സമാധാനവും ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പും സാധിക്കും. ഓരോ വ്യക്തികളുടെയും നിലനിൽപ്പിനും പണം വളരെയധികം അത്യാവശ്യവും അത്യന്താപേക്ഷിതവുമായിട്ടുള്ളതാണ്. ഒരു വീട്ടിൽ കുടുംബനാഥനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നതെങ്കിൽ ആ കുടുംബനാഥൻ്റെ ആവലാതികളും വേവലാതികളും പണത്തെ ആശ്രയിച്ചായിരിക്കും. പണം യഥേഷ്ടം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷേ സമാധാനവും ആ കുടുംബത്തിൽ നിലനിൽക്കും. ഉള്ളതുകൊണ്ട് ഓണം പോലെ അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ജീവിക്കണം എന്നൊക്കെ പറയുന്ന തത്വങ്ങളൊക്കെ ഉണ്ടെങ്കിലും പണം ഒരു മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട് പരാജയപ്പെടുന്നിടത്ത് ആത്മഹത്യകൾ പെരുകുന്നുണ്ട്. അത് ഈ ദിവസങ്ങളിൽ അനേകം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എന്നിട്ടും പണം കൂടെ ഉണ്ടെങ്കിലേ സമാധാനമുള്ളെന്ന് പറയുന്ന തത്വത്തോട് എതിർത്ത് നിൽക്കുന്ന ആളുകളെ ഇന്നും കാണാനായിട്ട് സാധിക്കും. ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ജീവിതം എടുത്തു നോക്കിയാൽ ഒരു നേരം പോലും കണ്ണടയ്ക്കാനാവാത്ത അവസ്ഥയാണ്. ഒന്ന് നേരെ ചൊവ്വെ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ആകാതെ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനാവാതെ പലവിധ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ വഴക്കും പ്രയാസങ്ങളും മദ്യപാനവും അങ്ങനെ നിരവധി കുടുംബത്തിൽ തന്നെ സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. കാര്യം എന്താണെന്ന് ആലോചിച്ചാൽ അവിടെ പണത്തിന് ലഭ്യത ഉണ്ട്, അല്ലെങ്കിൽ പണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഓരോ വീട്ടിലും നടക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയാനായിട്ട് സാധിക്കും. മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്നവരുണ്ട്. പണമില്ലാത്തതിനാൽ ഏത് കോഴ്സിന് വിടണമെന്നോ എവിടെ ചേർക്കണമെന്നോ ചേർത്താൽ എങ്ങനെ പണം ലഭിക്കുമെന്നോ അറിയാത്ത ചില ആളുകളുണ്ട്. തന്നെയുമല്ല, ഒരു ഭവനം പണിയാനായിട്ട് ആഗ്രഹിച്ചാൽ സാമ്പത്തികമില്ലാത്തത് മൂലം തങ്ങൾക്കൊരു ഭവനം പണിയാനോ ബാധ്യത ഏറ്റെടുക്കാനോ കഴിയാത്ത ആളുകളുണ്ട്. തന്നെയുമല്ല, ഒരു ഭവനം വച്ചു പോയി കഴിഞ്ഞാൽ ആ സാമ്പത്തിക ബാധ്യത തീർക്കാനാവാതെ പണമില്ലാതെ വലഞ്ഞ് ആ വീടിനുള്ളിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകളെ ഇന്ന് കാണാൻ സാധിക്കും. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് പണം തന്നെയാണെന്ന് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ എന്നെപ്പോലെ പണത്തിനാണ് ഈ ലോകത്തിൽ വളരെ പ്രാധാന്യമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? കമൻറ്റ് ചെയ്യുക. കാരണം ആളുകൾക്ക് പലപ്പോഴും തിരിച്ചറിവ് വരാത്തത് അവരുടെയൊക്കെ കൈകളിൽ സാമ്പത്തികം ഭദ്രതയോടുകൂടി ഉള്ളതുകൊണ്ടാണ്. ഒന്നുകിൽ ഭാര്യയോ ഭർത്താവോ ഒക്കെ ജോലി ചെയ്ത് സാമ്പത്തികമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് സാമ്പത്തിക സ്ഥിതി സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ആളുകൾക്കാണ് ഇതിനെക്കുറിച്ച് ബോധ്യത നല്ലതുപോലെ വരാത്തത്. നല്ലൊരു വസ്ത്രം എടുക്കാനാവാതെ, ഉടുക്കാനാവാതെ, നല്ലൊരു ഭക്ഷണം കഴിക്കാനാവാതെ, ഒരു വിനോദയാത്ര പോകാനാവാതെ, തങ്ങളുടെ ഭവനത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാനാവാതെ എത്രയോ സാധാരണക്കാർ ഇന്നും കഴിയുന്നുണ്ട്. ഈ ലോകത്തിലെ ജനനം മുതൽ മരണം വരെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഈ പണം കുറച്ച് ആളുകളുടെ മാത്രം കൈകളിൽ എത്തിപ്പെട്ടു പോയതുകൊണ്ട് തന്നെ അത് ക്രയവിക്രയങ്ങളിലൂടെ പോലും നടക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിയും ഇന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു പറ്റം ആളുകൾ ഇന്നും ദാരിദ്ര്യരേഖയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതിനും താഴെ കഴിയുന്ന ആളുകളുണ്ട്. ഇത് കഠിനമായിട്ടുള്ള ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യരെ കാണാൻ കഴിയും. പുത്തൻ ഉടുപ്പിടാനില്ലാതെ, ഒരു ഭക്ഷണം വേറെ കഴിക്കാനില്ലാതെ, സ്ഥിരമായി ചോറും കറികളും മാത്രം കഴിച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യർ ഇന്നും കേരളത്തിലുണ്ടെന്ന് പോലും പറയാൻ തോന്നുന്നു. അത്തരത്തിൽ നോക്കിയാൽ പണം കൂടെയുണ്ടെങ്കിൽ സമാധാനവുമുണ്ട്. ആഗ്രഹിക്കുന്നത് എന്തും വാങ്ങാൻ, സമാധാനത്തോടെ നടക്കാൻ, സമാധാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങാൻ ഈ പണമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. നിങ്ങൾ ഇത്തരം അനുഭവങ്ങളിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണോ? സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിനെയൊക്കെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത്? എന്തു തന്നെയായിരുന്നാലും ജീവിതത്തെ ഫേസ് ചെയ്യുക തന്നെ വേണം. ഓരോ ദിവസവും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉയർച്ചകൾ വരും. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സമാധാനം നിലനിൽക്കും എന്നുള്ള പ്രത്യാശകളോടുകൂടി നമുക്കും ജീവിക്കാനായിട്ട് സാധിക്കണം. പണത്തെ തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ മനസ്സിൻ്റെ നില കൈവിട്ടു പോകാതെ ശുഭപ്രതീക്ഷകളോടുകൂടി ജീവിക്കുക.